ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ രാവിലെ ഇപ്പോൾ സമയം 6:15, 6:15. പക്ഷേ നേരെ നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. നമ്മളിപ്പോഴും കുംഭകോണത്ത് തന്നെയാണ്. ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നു നമ്മളെല്ലാവരും, അങ്ങനെയല്ലേ? അപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ പോണു. ആദ്യം ക്ഷേത്ര ദർശനം. ഇന്നലെ പോകണമെന്ന് വിചാരിച്ചൊരു ടെമ്പിളിലേക്കാണ് ഇന്ന് രാവിലെ പോകുന്നത്. അതായത് സാരംഗപാണി ടെമ്പിൾ. ഇവിടെ ഞാൻ താമസിക്കുന്നതിന് വളരെ അടുത്ത് തന്നെയാണ് ഇതെല്ലാം. എല്ലാം സിറ്റി പ്രൊമൈസസിലാണ്, വളരെ വളരെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ. ഈ സിറ്റിക്കകത്ത്, അതായത് ഒരു 5 കിലോമീറ്റർ ഉള്ളിൽ തന്നെ എത്ര ടെമ്പിൾസ് ഉണ്ടെന്ന് അറിയാം. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. കൂടുതലും ശിവഭഗവാനാണെങ്കിലും കുറച്ച് മഹാവിഷ്ണു ക്ഷേത്രങ്ങളും ഉണ്ട് ഇവിടെ. അപ്പോൾ അതിലൊന്നാണ് സാരംഗപാണി ടെമ്പിൾ. അപ്പോൾ അവിടേക്ക് പോയാലോ? ഓട്ടോ വെയിറ്റിംഗ്. ജസ്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മതി. നമ്മളുടെ ഓട്ടോ സുഹൃത്ത് ഗുഡ് മോർണിംഗ്. വളരെ എത്ര മണിയെന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് ടൈമിൽ എത്തിയിരിക്കും. സാധിക്കുന്നതാണ് പേര്. ഇവിടെ ഡെൽറ്റ ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ട്രാവൽസാണ്. അതിൽ വാഹനങ്ങൾ, അതായത് ടാക്സി ഉണ്ട്, പ്ലസ് ഓട്ടോ സ്വന്തമായിട്ട് ഓടിക്കുന്നുണ്ട്. പിന്നെ ഗസ്റ്റ് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ പുള്ളി റൂം ബുക്ക് ചെയ്ത് കൊടുക്കുക, അല്ല എന്തൊക്കെ ചെയ്യാം. ഫുഡ് നല്ല നല്ല സ്ഥലത്തൊക്കെ കൊണ്ടുപോയി ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റ്സിൽ കൊണ്ടുപോകും. ഒരു ഗൈഡിനെ പോലെയും കൂടി പുള്ളി എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. ഹോട്ടൽ ബുക്കിംഗ് നേരത്തെ ചെയ്ത് വയ്ക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും ഞാൻ നമ്പർ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബന്ധപ്പെട്ടാൽ മതി ഇങ്ങോട്ട് വരുമ്പോൾ. ഇതാണ് വാഹനം. ഇതൊന്നും മനസ്സിലാവില്ലല്ലോ. തമിഴാ ഇതെന്നെ? ആടാ, തമിഴ് അറിയുന്നവർക്ക് മനസ്സിലാവുന്ന പറയുന്നത്. ഓക്കെ, മാഷാ അല്ലാ. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, നമ്മൾ പോകുന്നു. ഈ സാരംഗപാണി ടെമ്പിളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് വിഷ്ണു ക്ഷേത്രമാണ്. 108 ദിവ്യദേശങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ക്ഷേത്രം അതുപോലെ തന്നെ പഞ്ചക്ഷേത്രം എന്നും പറയും. ഇവിടെ മഹാലക്ഷ്മി, ഗോഡസ് ലക്ഷ്മി ഭാർഗവിയായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. മഹർഷി ബ്രിജുവിൻ്റെ മകളായിട്ട് ഭാർഗവി. പഞ്ചക്ഷേത്രങ്ങളിലെ ബാക്കി 4 ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സുന്ദരരാജ പെരുമാൾ ടെമ്പിൾ സേലം, അതുപോലെ ഉപ്പിലിയപ്പൻ ടെമ്പിൾ, നാച്ചിയാർ കോയിൽ, വെങ്കടേശ്വര ടെമ്പിൾ, ഇതെല്ലാം തിരുമല. വളരെ പഴക്കം ചെന്ന ക്ഷേത്രമായിട്ടാണ് ഇതും വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെയാണ് രേഖകളൊക്കെ സൂചിപ്പിക്കുന്നത്. മിഡീവൽ ചോള പീരിയഡ്, വിജയനഗര എംപയർ, അതുപോലെ മധുരൈ നായക്സ്, ഇവരുടെ എല്ലാം കാലത്ത് അവരെല്ലാം തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിനായിട്ടും ഡെവലപ്മെൻറ്റിനായിട്ടും എല്ലാം. അപ്പോൾ ക്ഷേത്ര ദർശനത്തിനെത്തിയിട്ട് ഇവിടെ നോക്കിയാൽ ഞാൻ ഇരിക്കുന്നതിൻ്റെ കൂടെ ഇവിടുത്തെ പൂജാരിയും കൂടി ഉണ്ട്. അതായത് ഇവിടെ ടെമ്പിൾസൊക്കെ ഒരു 7:30 മണിയൊക്കെ ആകുമ്പോഴേ തുറക്കുള്ളൂ. നമ്മുടെ നാട്ടിൽ രാവിലെ അതായത് നിർമ്മാല്യം തൊട്ട് 4 മണിയൊക്കെ ആകുമ്പോൾ നിർമ്മാല്യ പൂജ ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു 7-7:30ഒക്കെയാണ് ടെമ്പിൾ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ സാരംഗപാണി ടെമ്പിളിൽ വന്നപ്പോൾ ആരും അങ്ങനെ ഇല്ല. അപ്പോൾ ഈ ഒരു മോർണിംഗ് ടൈം എളുപ്പമാണ്. ഈവനിങ് ആകുമ്പോൾ ഭയങ്കര തിരക്ക്. അപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ അന്നദാനമൊക്കെ ഉണ്ട്. ഉച്ചയാകുമ്പോഴത്തേക്ക് അന്നദാനമുണ്ട്. അങ്ങനെയല്ല. അപ്പോൾ ഇനിയും സമയമുണ്ട്. ഞാൻ 6:30 മുന്നേ ഇവിടെ എത്തി. ഒരു 1 ഹവറോളം ഇരിക്കും. പക്ഷേ വെയിലൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ. ഇവിടെ ഇരുന്ന് ഈ ഗോപുരമൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഗോപുരത്തിനുണ്ട് പ്രത്യേകത. ഇത് വളരെ 2000 വർഷത്തോളം പഴക്കമുള്ള ടെമ്പിളാണ്. ഈ സ്റ്റാച്യൂസ് കണ്ടു നോക്കിക്കോളൂ. അതായത് ഇതിലുള്ള ശില്പങ്ങൾ 11 അടി പൊക്കമാണ്. അതായത് 11 സ്റ്റോറീസാണ് ഈ ഒരു ടെമ്പിൾ ഗോപുരം. അത് കയറി വരുന്ന ആദ്യത്തെ ഗോപുരമാണ്, എൻട്രിയിലുള്ള ഗോപുരം. അകത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു ഗോപുരമുണ്ട് ശ്രീകോവിലിൻ്റെ മുകളിലായിട്ട്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്ട്രക്ചർ. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് രാജഗോപുരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയ വലിയ ഗ്രാനൈറ്റ് പീസസിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. പക്ഷേ ഈ സ്കൾപ്ചേഴ്സ് എല്ലാം തന്നെ വേറൊരു മിശ്രിതത്തിൽ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ കാലത്തെ ഓൾഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടം 2000 വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിക്കണം. ആ കാലത്തെ ആൾക്കാർ ജീവിച്ചിരുന്ന രീതികൾ, അവരുടെ കൾച്ചർ എന്തൊക്കെയായിരുന്നു, അവരുടെ നൃത്തം, അവരുടെ ഫാമിലി ലൈഫ്, അവരുടെ റൊമാൻസ് ആണെങ്കിൽ അങ്ങനെ എല്ലാം ഓരോ സ്റ്റേജസ് ഓഫ് ലൈഫും അവരുടെ സാമൂഹികമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എന്തായിരുന്നു എല്ലാം ഇങ്ങനെ ശില്പങ്ങളായിട്ട് കുത്തിവെച്ചിട്ടുണ്ട്. ഫുള്ള് ഏറ്റവും മുകളിലൊരു നോക്കുമ്പോൾ അത് ഓരോന്നും ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗാണ് ഉള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ശില്പങ്ങളാണ്. ആ കാലത്ത് ഇത് പിൽക്കാലത്താണ് ഇങ്ങനെ പെയിൻ്റൊക്കെ വരുന്നത്. പെയിൻ്റല്ല, ഇതൊക്കെ നാച്ചുറൽ ഡൈസും ഒക്കെ ഉപയോഗിച്ചിട്ട് പിന്നീടാണ് ഇതൊക്കെ പെയിൻറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഇത് വേറൊരു സ്റ്റൈലിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ശില്പങ്ങളുടെയൊക്കെ ഒരു ചാതുര്യവും അതിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് എല്ലാം നോക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും. ആ കാലത്തെ ശില്പികളൊക്കെ എത്ര കഴിവുള്ളവരായിരുന്നു അല്ലേ.
ഇനി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകും. കുംഭകോണത്ത് സ്ഥിതി ചെയ്യുന്ന വിഷ്ണു ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് സാരംഗപാണി ക്ഷേത്രം. വിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ടാണ് ഇവിടുത്തെ ദേവനായ സാരംഗപാണി ഭഗവാനെ പൂജിക്കുന്നത്. ത്രിമൂർത്തികളിൽ ആരാണ് പരമപ്രധാനൻ എന്ന് തീരുമാനിക്കാനായി ഭൃഗുമുനിക്കൊരാഗ്രഹം. അതിൻ പ്രകാരം അദ്ദേഹം 3 ദൈവങ്ങളെയും കാണാൻ പോകുന്നു. അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവഭഗവാൻ. എന്നാൽ വിഷ്ണു ഭഗവാൻ മനഃപൂർവ്വം മുനിയെ അവഗണിക്കുന്നു. അതിൻ്റെ കോപത്താൽ വിഷ്ണു ഭഗവാന്റെ നെഞ്ചിൽ മുനി ചവിട്ടുന്നു. പക്ഷെ പിന്നീട് ഭഗവാനോട് ക്ഷമയാചിക്കുകയും ത്രിമൂർത്തികളിൽ പരമപ്രധാനി വിഷ്ണു ഭഗവാനാണ് അഥവാ നാരായണനാണെന്ന് മുനി പ്രഖ്യാപിക്കുന്നു. എന്നാൽ വിഷ്ണു ഭഗവാന്റെ നെഞ്ചിൽ കുടികൊള്ളുന്ന ലക്ഷ്മി ദേവിക്ക് വിഷ്ണു ഭഗവാൻ മുനിയോട് കോപം കാണിക്കാത്തതിൽ ദേഷ്യമാവുകയും പിണങ്ങി വൈകുണ്ഠം വിട്ട് ഭൂമിയിലേക്ക് പോകുന്നു. പത്മാവതിയുടെ രൂപവും സ്വീകരിക്കുന്നു. വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയെ പിന്തുടർന്ന് ഭൂമിയിലെത്തി പത്മാവതി ദേവിയെ പിന്നീട് വിവാഹം കഴിക്കുന്നു. ഇതിനിടയിൽ ഭൃഗുമുനി അടുത്ത ജന്മത്തിൽ ലക്ഷ്മി ദേവിയെ തൻ്റെ മകളായി ജനിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതിൻ പ്രകാരം മുനി ഹേമഋഷിയായി ജനിച്ച് പോത്രയമറൈ ടാങ്കിൻ്റെ മുന്നിൽ തപസ് ചെയ്യുന്നു. തപസ്സിൽ സന്തുഷ്ടനായ വിഷ്ണു ഭഗവാൻ മുനിക്ക് ലക്ഷ്മി ദേവിയെ മകളായി ലഭിക്കാൻ അനുഗ്രഹിക്കുന്നു. 1000 താമരകൾക്കിടയിൽ നിന്നും പോത്രയമറൈ ടാങ്കിൽ നിന്നും ലക്ഷ്മി ദേവി ഉയർന്നു വന്നു. അങ്ങനെ കോമളവല്ലി അഥവാ താമരയിൽ നിന്നും ഉയർന്നവൾ എന്ന നാമകരണവും ചെയ്യപ്പെട്ടു. വൈകുണ്ഠത്തിൽ നിന്നും കുതിരകളും ആനകളും വലിക്കുന്ന രഥത്തിൽ വിഷ്ണു ഭഗവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി കോമളവല്ലിയെ വിവാഹം കഴിക്കുന്നു. സാരംഗപാണി എന്നാൽ കൈകളിൽ വില്ലുള്ളവൻ എന്ന അർത്ഥം. ഈ ഐതിഹ്യങ്ങളിൽ പറയുന്നത് പോലെ അതുകൊണ്ട് തന്നെ കുതിരകളും ആനകളും വലിക്കുന്ന രഥത്തിൻ്റെ രൂപത്തിലാണ് ക്ഷേത്രത്തിൻ്റെ മധ്യഭാഗം. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഹേമഋഷി മുനിയുടെ ഒരു ശില്പവും ഉണ്ട്. ഹേമഋഷി മഹർഷിക്ക് വേണ്ടിയാണ് സാരംഗപാണി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. 11 നിരകളുള്ള രാജഗോപുരം, അതായത് പ്രധാന കവാടം, 173 അടി ഉയരമുണ്ട്. ക്ഷേത്ര ടാങ്കായ പോത്രമറൈ ടാങ്ക് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ പ്രവേശന കവാടത്തിന് എതിർവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. തമിഴ് മാസമായ ചിത്രയിൽ, അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആഘോഷിക്കുന്ന ക്ഷേത്ര രഥോത്സവമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. ഇരട്ട ക്ഷേത്ര രഥങ്ങൾ തമിഴ്നാട്ടിലെ 3ാമത്തെ വലിയ രഥങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഓരോന്നിനും 300 ടൺ ഭാരമുണ്ട്. ക്ഷേത്രത്തിൻ്റെ മധ്യ ശ്രീകോവിലിൽ പള്ളികൊണ്ട ഭാവത്തിലുള്ള സാരംഗപാണിയുടെ ഒരു പ്രതിച്ഛായയുണ്ട്. അദ്ദേഹത്തിൻ്റെ തല വലത് കൈയിൽ വെച്ചിരിക്കുന്നു. ഹേമഋഷി മുനി, ലക്ഷ്മി എന്നിവരുടെ മറ്റു പ്രതിമകളും ഉത്സവ പ്രതിഷ്ഠകളും ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഉത്തരായന വാസൽ, ദക്ഷിണായന വാസൽ എന്നിങ്ങനെ 2 പടിപ്രവേശന കവാടങ്ങളുമുണ്ട്. ഓരോന്നും 6 മാസത്തേക്ക് തുറന്നിരിക്കും. ജനുവരി 15 മുതൽ ജൂലൈ 15 വരെ ഉത്തരായണ വാസൽ തുറക്കുകയും വർഷത്തിൻ്റെ മറ്റു പകുതിയിൽ ദക്ഷിണായന വാസൽ തുറക്കുകയും ചെയ്യും. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് ശ്രീകോവിലിന് സമാന്തരമായി ഒരു ശ്രീകോവിലാണ് കോമളവല്ലി ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഓരോ തൂണിലും ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കാർവിങ്സ് ആണ്. അത് നോക്കി സ്കൾപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കി എലിഫന്റ്, ഗരുഡ, ഇങ്ങനെ ഓരോന്നും ഓരോ കാര്യമുണ്ട് കേട്ടോ. ഗരുഡ ഈ സൈഡിലാണ്, അതെ ഈ സൈഡിൽ ഒറ്റയ്ക്കൊരു ഗരുഡ. ഇത് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. ഇതുപോലെ ഓരോന്നും ഓരോ തൂണിലും ഇങ്ങനെ കാണാം. മുന്നിലേക്ക് പോകുമ്പോൾ കൊടിമരം ആദ്യം. അകത്ത് പോയി നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത് കൽപ്പക വൃക്ഷം എന്നുള്ള സങ്കല്പം. ഇതിന്റെ പേര് ഇവിടെ പറയുന്ന പേര് കൂർക്കത്തി എന്ന് പറയും. ഇലയ്ക്ക് നല്ല കട്ടി. അപ്പോൾ അകത്ത് പോയി നന്നായി പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അകത്ത് കയറി നിങ്ങൾ അന്തം വിടുന്ന പോലെയുള്ളൊരു ഭംഗിയാണ്. അതായത് ഒരു ശയിക്കുന്ന പൊസിഷനിലാണ്. റൈറ്റ് ഹാൻഡ് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ഒരു അനന്തശയനം മോഡലിലാണ് ഇങ്ങനെ കിടക്കുന്നത് മഹാവിഷ്ണു. പിന്നെ ഒരു വളരെ മനോഹരമായ വിഗ്രഹവും ശ്രീകോവിലും ഒക്കെയാണ്. പുറത്തേക്ക് ഇറങ്ങിയാലോ അകത്തേക്ക് ഇറങ്ങിയാലോ ആ ചാറിയറ്റാണല്ലോ സങ്കല്പം. ചാറിയറ്റായിട്ടാണ് കൊത്തിയെടുത്തിരിക്കുന്നത് ആ ശ്രീകോവിലിനെ. അപ്പോൾ ആനയും കുതിരയും ഒക്കെ വലിച്ചുകൊണ്ട് പോകുന്ന വലിയ വീലും. എങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്ക് മുന്നേ കല്ലിൽ ഇങ്ങനെ ഒരു വിസ്മയം തീർത്തത് നമുക്കറിയില്ല. ഇത് സങ്കല്പം അങ്ങനെയാണല്ലോ. ഭഗവാൻ ഇങ്ങനെ തേരിൽ
ആനയും കുതിരയും വലിക്കുന്ന തേരിലാണ് ഭൂമിയിലേക്ക് വന്നതെന്നാണ്. ആ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് അവിടെ കാണുന്നത്. കോമളവല്ലി എന്ന് പറയുന്ന ദേവിയുടെ അവതാരം, അത് പ്രത്യേക നടയുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് പോയി പ്രാർത്ഥിക്കാൻ പറ്റും. ശരിക്കും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. അകത്ത് ക്യാമറ അലൗഡ് അല്ല, പറ്റുന്ന പോലെയൊക്കെയാണ് കാണിക്കാൻ പറ്റുള്ളൂ. സാങ്ക്ടോറിയം എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു മതിൽക്കെട്ടുണ്ട്. അത് കൂടാണ്ട് ഒരു ഔട്ടർ വാളുണ്ട്, അത് വലിയ പൊക്കത്തിൽ കണ്ടില്ലേ. പിന്നെ ഈ ഗോപുരം ടോട്ടൽ 7 ഗോപുരമുണ്ട്. 7 ഗോപുരങ്ങളാണ് ടോട്ടലായിട്ടുള്ളത്. അതിൽ രാജഗോപുരമാണ് ഏറ്റവും വലുത്, 11 നിലകൾ. പിന്നീട് ഒരു 6 ചെറിയ ഗോപുരങ്ങളുണ്ട്. ഇത് ഏറ്റവും അവസാനത്തെ ഗോപുരം, പുറത്തേക്കുള്ള ആ ഭാഗം. ഇത് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ പൊട്രൈ ആ ഒരു ടാങ്കിൻ്റെ ആ ഭാഗത്തേക്ക്, അതായത് ക്ഷേത്രക്കുളത്തിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതാണ് പൊട്രൈ ടാങ്ക്. ഇത് ആ മഹാമഹം എന്ന് പറയുന്ന ആ വലിയ ടാങ്ക് പോലെ തന്നെ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സൈസാണ്. ഇത് രണ്ടുമാണ് ഏറ്റവും സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് ആ കുംഭത്തിൽ നിന്നുള്ള തീർത്ഥം അല്ലെങ്കിൽ ജീവാത്മാവ് എല്ലാം അടങ്ങിയിരിക്കുന്ന ആ കുംഭം പൊട്ടി വീണ ഭാഗങ്ങളിലൊന്ന് പൊട്രൈ ഈ ടാങ്കാണ്. പിന്നെ ഇതിപ്പോൾ പൂട്ടിയിട്ടിരിക്കുവാണ് എല്ലാ സൈഡും. ഇവിടെ നടക്കുന്ന ബ്രഹ്മോത്സവം എന്ന് പറയുന്ന ഒരു വിശേഷപ്പെട്ട ഉത്സവമുണ്ട്. ആ സമയത്താണ് ഇത് തുറക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് ഇത് സൂക്ഷിക്കാനായിട്ട് ഇത് അടച്ചിട്ടിരിക്കുവാണ്. വലിയ പടിക്കെട്ടുകളോടുകൂടി. ഒരു സ്ഥലത്തല്ലാതെ എത്ര ഓപ്പണിങ്സ് ഉണ്ടെന്ന് നോക്കിക്കോളൂ. 1, 2, 3, 4, 5 ഒരു 6-7 ഓപ്പണിങ്സ് ഉണ്ട്. എല്ലാം പടിക്കെട്ടുകൾ ഈ ഒരു ക്ഷേത്രക്കുളത്തിലേക്കാണ് ഇറങ്ങിപ്പോകാനുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ അടച്ചിരിക്കുകയാണ്, എപ്പോഴും തുറക്കില്ല. ഇവിടെ കംപ്ലീറ്റ് താമര പൊയ്കയായിരുന്നു. ഈ താമരകളുടെ ഇടയിൽ നിന്നാണ് കോമളവല്ലി എന്ന് പറയുന്ന ലക്ഷ്മി ദേവിയുടെ അവതാരം ജനിക്കുന്നതെന്നാണ് സങ്കല്പം. അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത്. ഹേമഋഷിയുടെ മകളായിട്ട് കോമളവല്ലി എന്ന് പറയുമ്പോൾ താമരകളുടെ ഇടയിൽ നിന്നും ജനിച്ചവൾ, അങ്ങനെയാണ് ഇവിടുത്തെ സങ്കല്പം. ഇതെല്ലാം ചെറിയ ഗോപുരങ്ങൾ, ടോട്ടൽ 7 ഗോപുരംസ്. നമ്മൾ കയറി വന്നപ്പോൾ കണ്ടല്ലോ, അതാണ് രാജഗോപുരം. അത് 11 നില. എന്ത് ഭംഗിയാ അറിയോ. ഇതിനകത്തൊക്കെയുള്ള കാർവിങ്സും ഇവിടുത്തെ എല്ലാം വളരെ 2000 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രം. അത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവിടുത്തെ ഓരോ കല്ലും ചുവരും സ്കൾപ്ചേഴ്സും ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. വളരെ അതിശയകരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ടിരിക്കേണ്ട ക്ഷേത്രമാണ്, വന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുള്ള നഗരിയാണ് കുംഭകോണം. എങ്കിലും നമുക്ക് തിരഞ്ഞെടുത്തൊരു 5, 6, 7 ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ഡെഫിനറ്റ്ലി ഇത് വിഷ്ണു ക്ഷേത്രം. ഓക്കെ, മഹാവിഷ്ണുവിൻ്റെയും കോമളവല്ലി അമ്മാളുടെയും. ഇത് എനിക്ക് അവിടെ അർച്ചനയെല്ലാം കഴിപ്പിച്ചപ്പോൾ ഭഗവാന്റെ പ്രസാദമായിട്ട് കിട്ടിയാണ് താമര. എന്താ ഒരു ഫീൽ. ഇവിടെ വരുമ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി ആട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഈ ക്ഷേത്രങ്ങൾ, ഇവിടെയൊക്കെ തമിഴ്നാട്ടിൽ കോവിൽ എന്ന് പറയാം. ക്ഷേത്രങ്ങൾ, കോവിലൊക്കെ പോസിറ്റീവ് എനർജിയുടെ സ്ഥലങ്ങളാണ്. അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ക്ഷേത്രങ്ങൾ ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് ഏർലി മോർണിംഗ് അവേഴ്സൊക്കെ വന്നാൽ ഇങ്ങനെ ചാൻറ്റിങ് മന്ത്രാസ്, രാവിലത്തെ ഈ പ്രാർത്ഥനയും മറ്റെന്താ പറയുക, അങ്ങനെ ഒരു മന്ത്രധ്വനികളുടെ ഇടയിൽ നിന്നുകൊണ്ട് നല്ല കൂളായിട്ട്. അപ്പോൾ സൂര്യനൊന്നും ഭയങ്കരമായിട്ട് ഷാർപ്പാവില്ല. ഉദിച്ച് വരുന്ന ആ സമയത്തിന് മുന്നേ വന്നാൽ അതിനെ അത് ജസ്റ്റ് ഒരു വെളുപ്പാങ്കാലം ചെറിയ വെളിച്ചത്തിലൊക്കെ എന്ത് രസം അറിയാമോ. പക്ഷേ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് പോലെയല്ല. തമിഴ്നാട്ടിൽ ക്ഷേത്രങ്ങൾ സജീവമാകുന്ന ഒരു 7:30 മണിക്കൊക്കെ ശേഷമാണ് 1. 2 തിരക്കും കുറവാണ്. വരുന്ന ടൂറിസ്റ്റുകളാണ് പകൽ സമയങ്ങളിലൊക്കെ വരുന്നത്. 12 മണി വരെ ക്ഷേത്രം തുറന്നിരിക്കും മിക്ക ക്ഷേത്രങ്ങളും. പിന്നെ വൈകുന്നേരത്തെ പൂജയാണ് അടച്ചു കഴിഞ്ഞാൽ. എങ്കിലും ഏറ്റവും കൂടുതൽ തിരക്ക് വൈകുന്നേരങ്ങളിലാണ്. വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര തിരക്കാണ്. നമുക്ക് പക്ഷേ രാവിലെ വരുന്നതാണ് സൗകര്യം. അപ്പോൾ ഇങ്ങനെ കുറേ ക്ഷേത്രങ്ങളുണ്ട്. ഇത് കുംഭകോണം ഇസ് എ ടെമ്പിൾ സിറ്റി. ഇവിടെ അതുമാത്രമല്ല, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. എല്ലാ മതസ്ഥരും ഉള്ള സ്ഥലമാണ്. കുറച്ച് പെട്ടെന്ന് പറയുമ്പോൾ ടെമ്പിൾ സിറ്റി, ഹിന്ദുയിസം അത് മാത്രമേ ഉള്ളൂ എന്നൊരു ഫീലിംഗ് ആണ് വരുന്നത്. അങ്ങനെയല്ല. അപ്പോൾ ഇന്നലെ ഇപ്പോൾ രാത്രി കുറേ ഷോപ്പിങ്ങും കറക്കവും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ലൈറ്റൊക്കെ പോയി. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും, ഡിന്നർ ഞാൻ കഴിച്ചില്ല, എല്ലാം ഫുള്ളായിരുന്നു. സ്വീറ്റ്സ് എല്ലാം കഴിച്ച് റെഡിയായി. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ ഇന്നത്തെ വിശേഷങ്ങളും കൊണ്ട് പങ്കിടാമെന്ന് വിചാരിച്ചു. കുയിൽനാദം എന്ത് മനോഹരമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നു കുയിൽ. അയ്യോ, അത് നല്ല പാടുകാരെ പറയുന്നത് എങ്ങനെയാണ്, കുയിൽനാദം എന്നല്ലേ പറയുന്നത്. എന്ത് രസം അറിയാം കുയിലിൻ്റെ ശബ്ദങ്ങൾ. ഇവിടെ നാച്ചുറലായിട്ടുള്ള കുറേ ബേർഡ്സ് ഇവിടെ ഇഷ്ടംപോലെ. ഈ കുറച്ച് മരങ്ങളൊക്കെ ഉള്ള ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ബേർഡ്സ് ഉണ്ട്. പ്രാവ് പിന്നെ യൂഷ്വലാണ്, ഇഷ്ടംപോലെ ഉണ്ടാവും. ഇതിലെല്ലാം കല്ലിൽ കൊത്തിയ കവിത എന്നൊക്കെ പറയുന്നുള്ള സ്കൾപ്ചേഴ്സ് ഇൻട്രിക്കേറ്റാണ്, ഡീറ്റെയിലിങ്. ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവർ, നൃത്തം ചെയ്യുന്നവർ, എല്ലാ രൂപങ്ങളും ഉണ്ട്. ഫിഗറൻസ്.
ശ്രീകോവിലിരിക്കുന്ന ഭാഗം ഞാൻ പറഞ്ഞില്ല തേര് പോലെയാണെന്ന്, അതിൻ്റെ ഒരു ഡയഗ്രമാണിത്. മംഗളാസനം എന്നാണ് പറയുന്നത്. താഴത്തെ ഒരു തേരിൻ്റെ ആകൃതിയിൽ ആനയും കുതിരയും വലിക്കുന്ന തേര് പോലെ നടുക്ക് ഇതുപോലെ ശയിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കൈ റൈറ്റ് ഹാൻഡിൽ തല ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു പോസ്റ്ററിലാണ് അദ്ദേഹം ഉള്ളതാകത്ത്. നോക്കിക്കോളൂ, ഇത്രയും ഒരു സ്ട്രക്ചറാണ്. ഇതാണ് അവിടെ കല്ലിൽ കുത്തി ആ ചാറിയറ്റാക്കി വെച്ച് അതിനകത്താണ് പ്രതിഷ്ഠ. കാണേണ്ടതാണ് കേട്ടോ, മസ്റ്റ് സീ ആണ്. പ്രാർത്ഥിക്കണം, നല്ലത്. പ്രസാദം ഇവിടെ കൗണ്ടറിലാണ് വിൽക്കുന്നത്. ഇവിടുത്തെ പ്രസാദം ഏകദേശം എല്ലാ ടെമ്പിളിലും ഒരുപോലത്തെ പ്രസാദം തന്നെയാണ്. ഇത് എന്നെ കിടക്കും പ്രസാദം കിറ്റിൽ എന്നെ കിടക്കും. ആ, ഇത് എല്ലാം ഉണ്ട് ഇതിനകത്ത്. തട്ട, അതിരസം, ഇതും ഉണ്ടോ? സോമാസന ഏതാത്? ഇതാ സോമാസ് സ്റ്റഫിങ് ഉള്ള ചന്ദ്രകല പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. ഇതെല്ലാം ഇത് എന്നാ വില? ഇത് 150. ഓക്കെ, അതിനകത്ത് ഇനി ലഡുവും കൂടി ഇട്ട് തരും. ഇതൊക്കെയാണ് വരുന്നത് കേട്ടോ. ഇത് തേൻകുഴൽ. ആ, അതന്നെ, മുറുക്ക് പറയും, തേൻകുഴൽ പറയും. ഇത് അതിരസം, പലഹാരങ്ങൾ. ഇത് ടെമ്പിളിലെ പ്രസാദം. ഇത് തട്ട, നിപ്പട്ടെന്നും പറയും. ഓക്കെ, നിപ്പട്ട്, തട്ടേ, സോമാസ്. ഓക്കെ, സ്റ്റഫിങ് എന്നാ? തേങ്ങയാ? തേങ്ങ. ഓക്കെ, തേങ്ങ പച്ചക്കറി, നാട്ടു ശർക്കര, ചിലപ്പോൾ ശർക്കര തേങ്ങയാകാം. അയ്യോ, ഓക്കെ. ഈ സ്വാമി ഇപ്പം എൻ്റെ ഫ്രണ്ടാണ്. നമ്മൾ ഒരു അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ് സ്വാമി. സ്വാമിയുടെ പേരെന്ന് പറഞ്ഞേ? അതെ, കേരളാവിലോ? മാതാജി വന്ന. ഓക്കെ ഓക്കെ. സ്വാമിയുടെ പേരെന്തായിരുന്നു? നാഗരാജ സ്വാമിയാണ്. അദ്ദേഹം സന്യാസം സ്വീകരിച്ചിങ്ങനെ ക്ഷേത്രങ്ങളും ഒക്കെ ആയിട്ട് നടക്കണം. പക്ഷെ ഭയങ്കര വിവരമാണ് കേട്ടോ, ഇതിനെ കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ എവിടെ വെച്ചാൽ കണ്ടേ ലാസ്റ്റ്? ആദി കുംഭേശ്വര ക്ഷേത്രത്തിൽ വെച്ച് പരിചയപ്പെട്ടു. അന്നേരം കൂടിയതാണ് ഞങ്ങൾ ഒന്നിച്ച്. പിന്നെ അത് ഞാൻ ദേവിയുടെ അമ്മ സുന്ദര മഹാകാളിയമ്മൻ്റെ അവിടെ വെച്ച് അവിടെയും ഉണ്ടായിരുന്നു കൂടെ. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ സാരംഗമണിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിനെ എവിടെയും കണ്ട് വളരെ സന്തോഷം. വളരെ സാത്വികനായ ആൾ, വളരെ സോഫ്റ്റ് സ്പോക്കൻ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ സ്വാമി പോയിട്ട് വരട്ടുമോ? ഓക്കെ, താങ്ക് യു. തിങ്കളാഴ്ച പിന്നെ തിങ്കളൂർ പോകണമെങ്കിൽ പോകാം. തിങ്കളൂർ പോയി കഴിഞ്ഞു. ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളൂർ ക്ഷേത്രം ഭയങ്കര വലിയ ഫെസ്റ്റിവലാണ്. നമ്മൾ ഓൾറെഡി അവിടെ പോയി കഴിഞ്ഞു. തിങ്കളാഴ്ചയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ദിവസം. പക്ഷെ നമ്മളന്ന് തിങ്കളാഴ്ച അല്ല പോയത്. പക്ഷേ ചന്ദ്രൻ്റെ ക്ഷേത്രമില്ലേ, അത് തന്നെ. നോക്കൂ, പലഹാരങ്ങൾ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് മുമ്പ് പ്രസാദം ഒന്ന് അല്പം കഴിച്ച് വെച്ച് പോകാം. ലഡു, തട്ടി, അതിരസം. ഇവിടെ വലിയ ബഹളമൊന്നുമില്ല, ആളൊക്കെ കുറവാണ്. കുറച്ച് ആൾക്കാർ വരുമ്പോൾ ഇന്നത് വലിയ ക്ഷേത്രമാണല്ലോ, ഓവറായിട്ടുള്ള ബഹളമൊന്നുമില്ല, നല്ല സമാധാനമുണ്ട്. പിന്നെ ഇപ്പോൾ വെയിൽ അപ്പുറത്തെ സൈഡാണ്, ഇവിടെ നല്ല കൂളാണ്, നല്ല കാറ്റൊക്കെ ആസ്വദിച്ചോടി. ഗോപുരത്തിൻ്റെ തൊട്ടതായത് രാജഗോപുരം. ഇത് ഭംഗിയാ നോക്കിയാൽ. ഞാൻ ഇങ്ങനെ അതിൻ്റെ താഴെ വന്നിരിക്കുന്നു. ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കീളെ, ഓക്കെ, തമിഴിൽ പറഞ്ഞാലേ ഗോപുരം, അങ്ങനെയാണെന്ന് തോന്നുന്നു. രാജഗോപുരത്തിൻ്റെ കീഴായിരിക്കും. ഇതാണ് അതിരസം, ചില മുറുക്കെന്നും പറയും. ഭഗവാന്റെ സന്നിധിയിലിരുന്ന് തന്നെ ഭഗവാന്റെ പ്രസാദം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കട്ടൈ, എനിക്ക് പലഹാരങ്ങളെല്ലാം ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതെല്ലാം. അതിരസം ചെട്ടിനാട് പലഹാരമാണ്, തമിഴ്നാട്ടിൽ പോപ്പുലർ. കൊള്ളാം. നമ്മുടെ നെയ്യപ്പത്തിൻ്റെയൊക്കെ ഒരു വേറെ പതിപ്പാണ് അതിരസം. കുറച്ച് മാവ് നമ്മൾ കുഴച്ച് ഒരു ദിവസം 2 ദിവസം മുന്നേ വെച്ചിട്ടുണ്ടാക്കണേ കൂടുതൽ നല്ലതാണ്. സോമ അയ്യോ, ഇത് വ്യത്യാസമുണ്ട് കേട്ടോ. അകത്ത് ശർക്കരയാന്ന് തോന്നുന്നു, അത് മിക്സാണ് ചെയ്യുന്നത്. പൊട്ടുകടല, തേങ്ങ, ശർക്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. വറുത്തെടുക്കുമ്പോൾ പൊട്ടുകടലയുടെ പൊടി ഇങ്ങനെ ഇരിക്കുന്നത്, ഡ്രൈ ആയിട്ട്, അല്ലാണ്ട് വെറ്റായിട്ടുള്ള ടൈപ്പല്ല. പൊട്ടുകടലയൊക്കെയാണ്.
പിന്നെ ലഡു ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമല്ലോ ലഡു എന്താണ്. ഇത് അകത്തുനിന്ന് കിട്ടുന്നതല്ല കേട്ടോ, പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അകത്തുനിന്ന് അങ്ങനെ കൊടുക്കാറില്ല. പക്ഷേ ഇതെല്ലാ ക്ഷേത്രങ്ങളിലും ഒരു ട്രഡീഷണലായിട്ട് എനിക്ക് തോന്നുന്നു അവരുടെ തന്നെ പെർമിറ്റഡ് കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും ഈ ക്ഷേത്ര വഴിപാട് ഇതുപോലത്തെ പ്രസാദം ഉണ്ടാക്കുന്നവർ. എന്നിട്ട് അത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ കൗണ്ടർ വെച്ചിട്ട് അവർ കൊടുക്കും, ലൈസൻസ്ഡ്. ഓക്കെ, എല്ലാം കുറച്ച് കഴിച്ചു. അതാണ് എൻ്റെ പ്രസാദം എന്ന് പറയുന്നത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അന്നേരം ദോശയോ ഇഡ്ഡലിയോ ഒക്കെ കഴിക്കും. ഫിൽറ്റർ കോഫി മസ്റ്റായിട്ട് കൂടി. ഡിഗ്രി കോഫി, ഫിൽറ്റർ എന്ന് പറയുന്നില്ല. കുംഭകോണം വന്നാൽ ഡിഗ്രി കോഫി എന്ന് പറഞ്ഞാൽ മതി. ഈ ഗോപുരം ഒരു ഇവിടുത്തെ രാജഗോപുരം കാണേണ്ട കാഴ്ചയാണ്. ഹോട്ടൽ ആൻഡ് റെസിഡൻസി എന്ന് പറഞ്ഞത് വെങ്കട്ടരമണ, അത് ഫേമസ്. ഇത് ഇന്നലെ നമ്മളൊന്ന് വന്നതാണ്. അപ്പോൾ നമ്മൾ ലഞ്ച് ടൈമിന് വന്നു, പക്ഷേ സൺഡേ ആയതുകൊണ്ട് ക്ലോസ്ഡ് ആയിരുന്നു. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈം. റെസ്റ്റോറൻറ്റിൻ്റെ അകത്താണ്. 60 വർഷം പഴക്കം. അപ്പോൾ AC ഉണ്ട്, നോൺ AC ഉണ്ട്. ഇവിടുത്തെ കിച്ചണിലൊന്ന് പോയിട്ട് അവിടെ ഹൽവ, വീറ്റ് ഹൽവ വളരെ സ്പെഷ്യൽ ഉണ്ടാക്കി തീരാറായി, അത് റെഡി ആയിരിക്കണോ അപ്പോൾ നോക്കിച്ച് വരാം. ഇവരുടെ വീറ്റ് ഹൽവ ഭയങ്കര ഫേമസ് കേട്ടോ, ഉണ്ടാക്കി രാവിലെ വെച്ചിരിക്കുകയാണ്. ഇത് ഫ്രഷ് ഇപ്പോൾ അതായത് നല്ല ചൂടുണ്ട്, അത് നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ. ഓക്കെ, ഇത് ഇലയിലാണ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സിലും ഇല തന്നെയാണ് പ്ലേറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിസ്പോസബിൾ, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ, വെള്ളവും തരും, നമുക്ക് കഴുകുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ പല പലഹാരങ്ങൾ ടിഫിനൊക്കെ വളരെ ഫേമസ് ആണ്. ഇവർക്ക് രാവിലെ 6 മണി തൊട്ട് 9:30 മണി വരെയാണ് ടിഫിൻ്റെ സമയം. 9:30 to വൈകുന്നേരം വരെ ലഞ്ച്. ഏകദേശം 4 മണി വരെ ഇവിടുത്തെ വെജിറ്റേറിയൻ പ്യുവർ വെജ് ലഞ്ചാണ്, അതും വളരെ ഫേമസ്. ഇപ്പോൾ രാവിലെ നെയ് മുളക് ദോശ എന്ന് പറഞ്ഞു. അപ്പോൾ പൊടി ദോശയല്ല, നെയ് മുളക്. അപ്പോൾ മുളകിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് അതിൻ്റെ മേളിലൊക്കെ പുരട്ടി നോക്കാം നമുക്ക്. പിന്നെ പൂരി മസാലയുണ്ട്, മസാല ദോശയുണ്ട്, പിന്നെ റവ ദോശ പലതരം, പിന്നെ അതുപോലെ പൊങ്കൽ, അതുമൊക്കെ ഇവരുടെ ഭയങ്കര നല്ലതാണ്, എല്ലാം നല്ലതാണ്. പിന്നെ വലിയ മേതുവട, ഉഴുന്നുവടയുണ്ട്, മൈസൂർ പാക്ക് രാവിലെ ഇന്നത്തെ സ്പെഷ്യൽ അതൊക്കെ അത് പറഞ്ഞു. അപ്പോൾ അതും എടുക്കാം. ഓ, ഇത് മൈസൂർ പാക്ക് ടുഡേ സ്പെഷ്യൽ, മേതുവടൈ, പൊങ്കൽ. ആഹാ, നെയ്യ് ഇങ്ങനെ കാണുമ്പോൾ അറിയാമല്ലോ, ഇങ്ങനെ വീണ് ആ ഒരു ഫോഴ്സിലൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ഊസിങ്, നെയ്യ് ഇങ്ങനെ ഊസിങ്, അത് കാണുമ്പോൾ അറിയാം. വെങ്കട്ടരമണ ഹോട്ടലിൻ്റെ ഓണർ വന്ന് ഇങ്ങനെ നോക്കിയിട്ട് പോയാ. ഇത് ഞാനിവിടെ മാനേജറായിട്ടല്ലേ സംസാരിക്കാം, പുള്ളിക്കാരനായിട്ട് നമുക്ക് പരിചയപ്പെടാം. അത് കഴിഞ്ഞിട്ട് ചട്നി, സാമ്പാർ, ഇതൊരു കോംബോ. ഓക്കെ, കാര ചമ്മന്തി, ഇത് തേങ്ങ, പൊട്ടുകടല തേങ്ങ ചട്നി, സാമ്പാർ, വട, മൈസൂർ പാക്ക്, പൊങ്കൽ. എൻ്റെ ഫസ്റ്റ് കോഴ്സ് എന്ന് പറയാം വേണമെങ്കിൽ. ഇനി ഇത് കഴിഞ്ഞിട്ട് ദോശ. യെസ്, തുടങ്ങാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സീൻസ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഹാ, മെൽറ്റിംഗ് ഇൻ മൈ മൗത്ത്. അലിഞ്ഞു പോകും. ഇത് റവ പൊങ്കല, അരച്ച് പൊങ്കൽ. അപ്പോൾ പരിപ്പ്, ചെറുപരിപ്പ് കൂടെ അല്ലേ, പാശി. ഇപ്പോൾ പാശിപ്പരിപ്പും റൈസും കൂടെയുള്ള നോർമൽ ഇതാണ് പൊങ്കൽ. അപാര ടേസ്റ്റ്. വായിലിട്ട് അലിഞ്ഞു വിടാം. നെയ്യെല്ലാം ഇങ്ങനെ ടു ഗുഡ്. ജീരകം, അണ്ടിപ്പരിപ്പെല്ലാം കിട്ടുന്നു, അടിപൊളി. ചട്നിയെല്ലാം കൂട്ടി വേണമെങ്കിൽ കഴിക്കാം. എനിക്ക് പക്ഷേ അങ്ങനെ ഇതിങ്ങനെ തന്നെ കഴിക്കുന്ന ഇഷ്ടം. ഓ, ചൂട് ഗോതമ്പ് ഹൽവൈ കണ്ടല്ലോ, നമ്മൾ ആ ട്രെയിലിരിക്കുന്നുണ്ടല്ലേ. സ്പെഷ്യലാണ്, ടേസ്റ്റി. വട വളരെ സോഫ്റ്റ്. ഇത് തേങ്ങാ ചട്നി അടിപൊളിയാണ് കേട്ടോ ഓരോന്നും. കാര ചട്നി അത്യാവശ്യം നല്ല എരിവുണ്ട്, കാര ചട്നി വെരി നൈസ്. ഓ, അടിപൊളി. മൈസൂർ പാക്ക്
ഇത് വേറെ ടൈപ്പ്. മറ്റേ ഗീ മൈസൂർ പാക്ക് ഇങ്ങനെ ഭയങ്കര ഓവർ സോഫ്റ്റ് അതല്ല, ഈ ടൈപ്പാണ് അവിടെ. എല്ലാം ഗീ തന്നെ. ഇതിൽ കുരുമുളകുണ്ട്, പച്ചമുളക്, ഇഞ്ചി, നല്ല ജീരകം, ലാവിഷായിട്ട് നെയ്യുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. അതായത് ചമ്മന്തി, തേങ്ങാ ചട്നി ആൻഡ് സാമ്പാർ മിക്സ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പക്ഷെ അങ്ങനെ കഴിക്കുന്നതിനെക്കാട്ടിലും പ്ലെയിൻ കഴിക്കുന്നതാണ് ഇഷ്ടം. എങ്കിലും ആ ഒരു ചടങ്ങിന് അങ്ങനെയും കഴിച്ച് കാണിക്കും. ഇപ്പോൾ സൂപ്പർ കോമ്പിനേഷൻ. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് സന്തോഷം തോന്നും, അങ്ങനെയല്ലേ? ഇതൊക്കെ ഇവിടെ എല്ലാം വന്നാൽ, തമിഴ്നാട്ടിൽ നല്ല സ്ഥലങ്ങളിൽ വന്നാൽ, നല്ല ഹോട്ടൽസിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ സൗത്ത് ഇന്ത്യൻ ഭക്ഷണം കഴിക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും വെജിറ്റേറിയൻ ലഞ്ചാണെങ്കിലും അങ്ങനെയല്ല. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പാടാം. അവിടെ ഈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷേ അത് ഇതിൻ്റെയൊക്കെ ഒരു ഇമിറ്റേഷൻ മാത്രമല്ല അവിടെ ഉള്ളൂ, നോട്ട് ഒറിജിനൽ. ഡിഗ്രി കോഫി ഇവിടെ നിന്ന് തന്നെ കഴിക്കണം. നാട്ടിൽ പോയി ഡിഗ്രി കോഫി കുംഭകോണം ഡിഗ്രി കോഫി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ദാറ്റ്സ് ഡിഫറെൻറ്റ്. ഇനി എൻ്റെ അടുത്ത ഇല വരുന്നു. അപ്പോൾ ഒരില ഫിനിഷ് ചെയ്തു. എഗെയിൻ ഇതെന്താ അല്ലേ, മാരത്തോൺ തീറ്റയാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇതെല്ലാം നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് ഞാൻ കഴിക്കുന്നത്. ടേസ്റ്റ് അറിയണ്ടേ? ഇത് ഗീ മിളക് ദോശ. നോക്കിക്കോളൂ, വെരി തിൻ ക്രിസ്പി. അകത്ത് ഇങ്ങനെ കുരുമുളക് പൊടി, കുരുമുളകാ, പെപ്പർ. അത് ശരി, ഗീ പെപ്പർ റോസ്റ്റ്. അതാണ് മിളക് എന്ന് പറഞ്ഞത്. അയ്യോ, എനിക്കറിയില്ല. ഇത് എനിക്ക് പെപ്പർ ആൻഡ് ദോശ കോമ്പിനേഷൻ. കൊള്ളാലോ, ഭയങ്കര ക്രിസ്പി ആട്ടോ. ക്രിസ്പിയാണ്. ആ കുരുമുളക് ഇട്ട് ഗീ റോസ്റ്റ് വിത്ത് ചട്നി, സാമ്പാർ, 2 തരം ചട്നി. ഒരു വെറൈറ്റി. നമ്മൾ പോയ മറ്റു സ്ഥലങ്ങളിലൊന്നും ഇത് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ നമ്മൾ കഴിച്ചിട്ടില്ല. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ. നല്ല സ്പൈസി, കുറേ കുരുമുളക് പൊടിയുണ്ട്. പൊടി ദോശ പോലെ. അത് മിളകാ പൊടി, ഇത് കുരുമുളക്. നല്ല സ്പൈസി ദോശ കഴിക്കണം എന്നുള്ളവർ ഇത് ഓർഡർ ചെയ്യാം. ഇത് അത്യാവശ്യം നല്ല സ്പൈസിയാണ്. ഇനി ഡിഗ്രി കോഫി. 2 കാര്യങ്ങൾ കഴിച്ച് ഞാൻ മതിയാക്കി. പൊങ്കൽ കഴിച്ചു, നെയ്യ് മിളക് ദോശ, പെപ്പർ ദോശ. ആൻഡ് മൈ ഡിഗ്രി കോഫി ഈസ് ഹിയർ. സ്വർണ്ണ തളികയിൽ കേട്ടാ, സ്വർണ്ണ ഡബറ. ഇതൊരു പ്രത്യേക സുഖം, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല സ്ട്രോങ്. ഇത് ഇവർക്ക് നല്ല സ്ട്രോങ്. മധുരം കുറച്ചാണ് ഇട്ടിരിക്കുന്നത്, കമ്മി. എന്തൊരു ഇനി തിരിച്ച് ട്രിവാൻഡ്രത്ത് തന്ന ഈ പരിപാടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇത് ഇവിടെയാണ് ഞാനിങ്ങനെ വിലസുന്നത്. ഡിഗ്രി കോഫി എല്ലാം കുടിച്ച് ആൾക്കാർ വന്നു തുടങ്ങി. അപ്പോൾ 9:30 കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് തുടങ്ങണ്ട, സാപ്പാട് തുടങ്ങും. 9:30 തൊട്ട് നമ്മുടെ നാട്ടിൽ ഇവിടെ കല്യാണ സദ്യക്കൊക്കെ ഇരിക്കുന്ന പോലെ നീളത്തിനാണ് ലഞ്ചിന് വേണ്ടി ഇവിടെ ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരിയായിട്ട് ഇങ്ങനെ ഇരുന്നാണ് കഴിക്കുന്നത് ലഞ്ച്. ഇങ്ങനെയല്ല, ഇത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ, ടിഫിനൊക്കെ എല്ലാം കൊള്ളാം. എവറിത്തിങ് ഈസ് ഗുഡ്, അടിപൊളി. 60 വർഷം പഴക്കം വെങ്കട്ടരമണ ഹോട്ടൽ. ലഞ്ചും കേമം, പ്രമാദം, ടിഫിനും രാത്രിയുള്ള ഭക്ഷണവും എല്ലാം ഇങ്ങനെ തന്നെ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇവിടെ പൂജയോടുകൂടിയാണ് കേട്ടോ ഇതെല്ലാം നടക്കുന്നത്. മണി ശബ്ദം കേൾക്കാമല്ലോ, വിളക്കൊക്കെ കത്തിച്ചിട്ട് കൗണ്ടറിൻ്റെ അവിടെയാണ് അതെല്ലാം. അപ്പോൾ ഇപ്പോൾ ഉച്ചയൂണിന് സമയം. ഇവിടെ 9:30 ആകുമ്പോൾ ലഞ്ച് റെഡിയാകും. ഇത് ഞാൻ പറഞ്ഞില്ലേ, കല്യാണ സദ്യക്കൊക്കെ നമ്മൾ വിളമ്പില്ലേ, അതുപോലെയാണ് ഇങ്ങനെ വരിയായിട്ട് അല്ലേ, കല്യാണത്തിന് വിളമ്പുന്ന മാതിരി ലൈന ഇതൊക്കെ. സർവീസ്
4 பேர் உட்காரலாம் இல்லை 6 பேர் உட்காரலாம். ஆப்போசிட் சைடு அது வந்து டிஃப்ரெண்ட்டாக இருக்கும். ഓ ഇത് ഡിഫറെൻ്റ് ആയിട്ട് അതെ തമിഴ്നാട്ടിലെ നാங்கள் அந்த மாதிரி ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. തമിഴ്നാട്ടിൽ ഇങ്ങനെ ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. വെങ്കട്ടരമണയിലാണ് ഇങ്ങനെ നീളത്തിൽ നമ്മൾ സദ്യയ്ക്ക് വിളമ്പുന്ന പോലെ. അവിടെ ലഞ്ച് പിന്നെ ഇവിടെ ഇപ്പം എല്ലാ കറി എല്ലാം ആയിക്കഴിഞ്ഞ് ഒന്ന് കണ്ടേച്ച് വരാം. വണക്കം. ഇതാണ് ഇന്നത്തെ മെനു. എല്ലാ ദിവസവും ഇന്ന മാതിരി ഐറ്റം ആണ് അല്ലേ? എല്ലാ ദിവസവും മാറി മാറി കറി വരുമാ? ഒരു ഐറ്റം മാറി വരും, ഒരു ഐറ്റം മാറി. എന്നാൽ ഇതാണ് അതിൻ്റെ ജനറൽ ഐറ്റം. ഓക്കെ, ഇന്നത്തെ കാര്യങ്ങളാണ് ഇത്. മുട്ടക്കോസ് കൂട്ട്, അതായത് ക്യാബേജ് കൂട്ട്, ഉരുളക്കിഴങ്ങ് காரக்கறி. ஓகே. இது வந்து ரைத்தா, குக்கும்பர் ரைத்தா, பிக்கிள் அண்ட் சாம்பார், ரசம், வத்தக்குழம்பு, மோர். പിന്നെ അപ്പളം വരും. ഇതിൽ വെജിറ്റബിൾ എന്താണെന്ന് കേട്ടിங்கன்னா இன்னைக்கு வந்து മാംഗോയാ? ഇതില് സാമ്പാർ മാംഗോ. ഓ അടിപൊളി ആണോ? അപ്പൊ ചെന്ന റൈപ്പ് വെണ്ടയ്ക്ക ഇട്ട് വത്തക്കുളമ്പാ? ഓ അല്ല, ഇതിപ്പോ സ്വീറ്റാ ഓർ പഴുത്ത മാങ്ങ? മൂത്ത മാങ്ങ. ഓ അപ്പോൾ നല്ല ഡിഫറെൻ്റ് ആണല്ലോ. സാമ്പാറിൽ മാങ്ങയിട്ട സാമ്പാറാ? അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ്. ഓക്കെ, നൈസ് ഐഡിയ. കദംബ സാമ്പാർ കൂട്ടാ ഇന്നും വെറൈറ്റി ടേസ്റ്റിയാ. ഏതാ കദംബ മീൻസ്? കദംബ വെറൈറ്റി കായ്കറി, അത് മുരുങ്ങക്ക, മുള്ളങ്കിയും അതെല്ലാം കൂടി ഇട്ടിട്ടാ കദംബ സാമ്പാർ. ഇത് ഓൺലി മാംഗോ. ഇവരെങ്ങനെയാ വെച്ചാൽ എല്ലാം ആയി കഴിഞ്ഞിട്ട് ഭഗവാന് ഇലയിൽ വിളമ്പി കഴിഞ്ഞിട്ടാണ് വിളമ്പി തുടങ്ങുന്നത്. അതാണ് അവിടെ മണി എനിക്കല്ല പൂജ നടക്കാണ്. എല്ലാ ഭക്ഷണവും വിളമ്പത്തെ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ പൂജിച്ചിട്ട് അവിടെ ഇങ്ങനെ കണ്ടോ ഭഗവാന് കൊടുത്തിട്ട്. ഓഹോ 5 മണി വരെ മീൽസ് ഉണ്ട്. ഓക്കെ, സ്വാമിക്ക് കൊടുത്തിട്ടാണ് തുടങ്ങുന്നത് എല്ലാ ദിവസവും. എല്ലാം വളരെ ചിട്ടയോടുകൂടി ദൈവികമായിട്ടാണ് ചെയ്യണം. ഈ മാംഗോ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ട് പോവാം. നല്ലതായിരിക്കാം, നല്ല പുളിയുണ്ട്. രസം കൂടെ അടിപൊളി സാമ്പാർ. മാമ്പഴത്തിൻ്റെ പച്ചമാങ്ങ കേട്ടോ, വിളഞ്ഞ മാങ്ങ. കൊഞ്ചം വേറെ രസം പറയേണ്ട ആവശ്യമില്ലല്ലോ. തമിഴ്നാട് രസം അത് ഇവിടെ സ്പെഷ്യൽ വെങ്കട്ടരമണ. നോ കറക്റ്റ്, നല്ല അടിപൊളി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മീൽസൊക്കെ എന്നാ റേറ്റ്? ഇവിടെ 110 അത്രയല്ല. എ സിയിലിരിക്കുമ്പോൾ പരിപ്പ് പൊടി നെയ്യും കൂടെ എക്സ്ട്രാ കൊടുക്കും. സ്വീറ്റ് എക്സ്ട്രാ, അതൊക്കെ കുറച്ച് സ്വീറ്റ് സോമ്പ്, ഒരു പൊരിയലും കൂടെ കൊടുക്കും. ഓക്കെ, വിത്ത് എ സി. അത് സ്പെഷ്യൽ മീൽസ് വിത്ത് എ സി. അത് എത്ര? 160 എത്രയേ ഉള്ളൂ. 160 സ്പെഷ്യൽ മീൽസ് വിത്ത് എ സി. എ സിയിലിരുന്ന് സ്വീറ്റ്, ഒരു എക്സ്ട്രാ പൊരിയൽ, പരിപ്പ് നെയ്യ്, പരിപ്പ് പൊടിയാണ് കേട്ടോ, നെയ്യ്, അതെല്ലാം കൂടി ചേർത്ത് കഴിക്കാം. അല്ലെങ്കിൽ 110 സാധാ മീൽസ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ വെങ്കട്ടരമണ മറക്കണ്ട, വന്നാൽ കുംഭകോണം സ്പെഷ്യൽ ഷോപ്പാണ്. ഞാനിത് ഇന്നലെ വന്ന് ലഞ്ച് കഴിക്കാൻ നോക്കിയിട്ട് ഇത് അന്ന് സൺഡേ ഹോളിഡേ ആയിരുന്നു. ആ ഒരു സങ്കടം തീർന്നു. ലഞ്ച് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്തു, നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മറ്റുള്ള റൈറ്റപ്പ് പണ്ട് വന്നതാണ് കേട്ടോ ഹിന്ദുവിലൊക്കെ. കുംഭകോണം, ഗുഡ് മ്യൂസിക് ഇസ് ഇൻസെപ്പറബിൾ ഫ്രം ഗുഡ് ഫുഡ്. അതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ദ മെനു ബോർഡ് ഓഫ് ദ ശ്രീ വെങ്കട്ടരമണ ഹോട്ടൽ ഇൻ കുംഭകോണം ഇൻഫോംസ് ദ കസ്റ്റമേഴ്സ് അബൌട്ട് ടുഡേ സ്പെഷ്യൽ along with the day's significance. വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ പോർട്രേറ്റ് ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, കർണാട്ടിക് ട്രിനിറ്റിയുടെ പ്രധാനപ്പെട്ട ആൾ, പിന്നെ ഹൂ കമ്പോസ്ഡ്, പിന്നെ അഭിരാമി പാട്ടർ ഓഫ് തിരുക്കുഴയാർ ഹൂ കമ്പോസ്ഡ് അഭിരാമി അണ്ടാതി, ഭാസ്കര രായർ, ഇവരുടെ അവരുടെ എല്ലാം ഡിസ്പ്ലേഡ്, അവരുടെ എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അലോങ് വിത്ത് ബാദുഷ, അവരുടെ ഇത് പടമൊക്കെ വെച്ചിട്ട് ഡിസ്പ്ലേയിൽ വയ്ക്കും എല്ലാ വെള്ളിയാഴ്ചകളിലും. ഓക്കെ, എന്നിട്ട് ഗുലാബ് ജാം, ബാദുഷ, കോക്കനട്ട് ബോളി, ഇതെല്ലാം അവരുടെ ഫ്രണ്ടിൽ നിവേദ്യം പോലെ വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ചകളിൽ ദേവി ഉപാസകര് വർഷിപ്പേഴ്സ് വരുന്ന ദിവസമാണെങ്കിൽ, മൺഡേ ആണെങ്കിൽ ലോർഡ് ശിവയ്ക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വയ്ക്കുന്നത് ദിവസം. ട്യൂസ്ഡേ ലോർഡ് ദുർഗ ആൻഡ് മുരുക, വെനസ്ഡേ ഫ്രീഡം ഫൈറ്റേഴ്സിന് വേണ്ടി കോൺസെപ്റ്റ് ഓഫ് പെട്രിയോട്ടിസം, തേഴ്സ്ഡേ ദക്ഷിണാമൂർത്തി, സാറ്റർഡേ ലോർഡ് വിഷ്ണു, ഞായറാഴ്ച ഹോളിഡേ. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ ഒരു പാറ്റേൺ. അങ്ങനെയെല്ലാം ചെയ്യും ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ. ഇത് 19th, ദാറ്റ് ഈസ് മിസ്റ്റർ രാജേന്ദ്രൻ ഇസ് എ സൺ ഓഫ്
Chitralekha, a staff artist of Ananta Vigadan between 1943 and 1960 who did not like to follow his foot. ഇത് എങ്ങനെയാണ് പണ്ട് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ആ സമയത്ത് ഇത് എങ്ങനെയുണ്ടോ ബ്ലാക്ക് ബോർഡ് പോലെ ഇതുപോലെ ആയിരുന്നു ഇവരുടെ ഇത് എന്താ ഡെയിലി മെനു ഇടുന്ന ബോർഡ്. അപ്പോൾ ഒരുപാട് പാരമ്പര്യം അവകാശപ്പെടാനുള്ള ഹോട്ടലാണിത്. ഇത് അങ്ങനെ വെങ്കട്ടരമണ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നു. മീൽസ് റെഡിയായ സമയമായി 9:30. എഴുതി വെച്ചിട്ടുണ്ട് ഞായറാഴ്ച മതി, ബാക്കി എല്ലാ ദിവസവും ഉണ്ട് 9 AM to 3:30. ഇവർക്ക് ഇതിൻ്റെ മേളിൽ റൂംസും ഒക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ മാർക്കറ്റ് ഏരിയയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്. വീണ്ടും എത്തി ബിഗ് മാർക്കറ്റ്. എല്ലാം ടെമ്പിൾ പ്രൊമൈസസ് തന്നെ. കറങ്ങി നമ്മൾ വീണ്ടും കുംഭേശ്വര ടെമ്പിളിൻ്റെ സ്വാമി ടെമ്പിളിൻ്റെ പരിസരത്ത് തന്നെയാണ്. കുംഭേശ്വര ടെമ്പിളിൻ്റെ ഒരു എൻട്രൻസ്. അതിൻ്റെ തൊട്ട് വെളിയിലാണ് ഈ മാർക്കറ്റ് ഏരിയ, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. അത് സോമേശ്വര ടെമ്പിളിൻ്റെ ഗോപുരം. എന്തുമാത്രം ഫ്രൂട്ട്സ് ചെയ്യും. മാർക്കറ്റ് സജീവമായി കഴിഞ്ഞു. 9:30 മണി. ബിഗ് മാർക്കറ്റിലാണ്. ഇവിടെ വെള്ളി കൊലിസൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ട്. പിന്നെ ഇതൊക്കെ സ്റ്റീല് ബ്രാസ് എല്ലാം കൂടെ ഉള്ളൊരു കടയാണ്. മുരുക ഭഗവാൻ ആൻഡ് ഗണപതി 18,785 ആണ് എൻ്റെ വില. ഇതെല്ലാം ഈ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് അവരുടെ റിസപ്ഷൻ ഏരിയയിലെല്ലാം വാങ്ങി വെക്കും അല്ലേ പൂജ. ടെമ്പിൾ സിറ്റിയിൽ വന്ന് കാണുന്ന കാഴ്ച ഇതാണ്. ടെമ്പിൾ സിറ്റിയിൽ സ്വാഭാവികമായിട്ടും ഇഷ്ടം പോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ബ്രാസ് ഐറ്റംസ് കാണാം. ഇതൊക്കെ നോക്കിയേ, വിളക്കെല്ലാം. വാവ്, ഇതെന്നെ പറയാ പീക്കോക്ക് വിളക്കാ, മയിൽ വിളക്ക്. അതെ, ഇതെല്ലാം ഉരുളി. ഇതൊരു ഉരുളിയും അതിൻ്റെ കൂടെ കൃഷ്ണ വിഗ്രഹം ചേർന്ന് വരുന്നത് 27,000 സംതിങ് അതിൻ്റെ വില. എല്ലാം നല്ല വിലയുണ്ട്. നല്ല ഹെവിയാണ്, എടുക്കാനൊന്നും പറ്റില്ല, അത്ര ഹെവിയാണ്. സരസ്വതി വിഗ്രഹം. എല്ലാ ദൈവങ്ങളാണ്. ഈ ദൈവങ്ങളെ പൂജാമുറിയിലേക്ക് വാങ്ങി വെക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ ഫ്രണ്ടിൽ വെക്കാനോ ഒക്കെ ഇവിടെ ആൾക്കാർ വാങ്ങിക്കുന്നതാണ്. ഗണപതി ഭഗവാന്റെ പല പല രൂപത്തിലുള്ളത് എല്ലാം. പക്ഷേ അബവ് 15,000 ആണ്. 17,000, 20,000, 25,000 ആ റേഞ്ച്. നടരാജാസ് ഉണ്ട്. അതുപോലെ തന്നെ ഹെവിയാണ് കേട്ടോ. എല്ലാം എടുത്ത് പൊക്കാൻ പറ്റില്ല, അത്ര ഹെവിയാണ്. അതാണ് അതിൻ്റെ വിലയും വാല്യൂ. വിളക്കുകൾ ഇതെല്ലാം ഹെവിയാണ്. ഇതെല്ലാം ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ട് കൊടുക്കാനും നേർച്ചയായിട്ടൊക്കെ ചില നേരില്ലേ വിളക്ക് സമർപ്പിക്കാം, അങ്ങനെയല്ല. അത് പിന്നെ ഈ ജുവലറിയൊക്കെ ഇതുപോലെ അമ്മനും അവിടുത്തെ സ്വാമിക്കും ഒക്കെ ഉള്ള ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ കൊടുക്കുന്ന കാര്യങ്ങളാണ് നേർച്ചയായിട്ട് വഴിപാട് പോലെ. ഇത് AVK എന്ന് പറഞ്ഞ കടയാണ്. അവർക്ക് 2 ബ്രാഞ്ചാണ് അവിടെ ഇവിടെ. ഇത് ഈ പൂജയുടെ ആവശ്യങ്ങൾ, ടെമ്പിൾ ബന്ധപ്പെട്ട് ബ്രാസിൻ്റെ സാധനങ്ങൾ, ഇത് എല്ലാം ഉണ്ട്. മിക്സ് ഡെയിലി യൂസ് കാര്യങ്ങൾ, പാത്രങ്ങൾ, അങ്ങനെയെല്ലാം. അവരിപ്പോൾ ഫ്രഷായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അടുക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വിലയൊന്നും ഇട്ട് ഉണങ്ങി കാണില്ല. ഫിൽറ്റർ കോഫി, അതിൻ്റെ പാത്രം.
ബ്രാസ് ഗോൾഡൻ സ്പെഷ്യൽ ഡിഗ്രി കോഫി കുടിക്കുന്നു. ഫിൽറ്റർ കോഫി ഉണ്ടാക്കണമെങ്കിൽ ഇത് വാങ്ങാം. പല ടൈപ്പ് ഓഫ് തട്ട പ്ലേറ്റ്സ് ഉണ്ട്. കുഴിപ്പാത്രം, അല്ലാത്ത പാത്രം, പിന്നെ തൂക്കില്ലേ, തൂക്ക്, കറി എടുക്കുന്ന തൂക്ക്. നമ്മളെല്ലാ ഹോട്ടലിൽ പോകുമ്പോൾ കാണില്ലേ, റെസ്റ്റോറൻറ്റ്സ്, അതെല്ലാം ഉണ്ട്. വിളക്കുകൾ, കറി സ്പൂൺ. ഇതാണ് ഡിഗ്രി കോഫി കുടിക്കുന്നത് പല നല്ല ഷോപ്സിൽ. സെറ്റ് 300 രൂപ. കുഴപ്പമില്ലല്ലേ, നല്ല ഹെവി ടൈപ്പ്. എന്തായാലും ഡിഗ്രി കോഫിയുടെ ഈ സെറ്റ് എടുത്തിട്ട് പോവാം. നോക്കിയ വിഗ്രഹങ്ങളുണ്ട് കേട്ടോ. ഇത് നമുക്ക് പൂജാമുറിയിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കാം. ഇതും ബ്രാസാണ്. മിക്സിൽ പിന്നെ ബ്രാസ് കുറവായിരിക്കും, പക്ഷെ വേറെ കാര്യങ്ങളാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഒരു സിൽവർ കളർ കിട്ടുന്നത്. ചെറിയൊരു സിൽവറിഷ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. 1520. ഈ വിഗ്രഹമൊക്കെ ഇങ്ങനത്തെ ചെറിയ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നരസിംഹമൂർത്തി 1265. രാധാകൃഷ്ണ 1015. യോഗി പോസ്റ്ററിൽ ശിവഭഗവാൻ. ഇത് കൊള്ളാം. 1075 ഉള്ളി. നൈസ്. എല്ലാം ഭയങ്കര ഭംഗി കേട്ടോ. ഉണ്ണിക്കല്ല് വെണ്ണ കെട്ട് തിന്നുന്നതിൻ്റെ അതൊരു. ആനയ്ക്ക് 2280. നല്ല ഇൻട്രിക്കേറ്റ് വർക്ക്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. മിനിയേച്ചർ ടൈപ്പ്, ഇങ്ങനെ സ്മോൾ തിങ്സ്. ഇത് കണ്ട ഒരു സിൽവർ ലുക്ക് അല്ലേ, ബ്രാസ് ആണെങ്കിലും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇത് எப்படி இது மேக் வந்து இதுவும் பிராஸ் தான், பட் ஆனால் இதில் வந்து டின்னோட கண்டென்ட் அதிகமாக இருக்கும். ஸோ இது லிக்விடாக இருக்கும் ரொம்ப நேரத்துக்கு. இந்த மாதிரி ஒரு ஃபர்னஸ் இருக்கும். ஃபர்னஸ் ஃபுல்லாக மண்ணு போட்டு மிக்ஸ் பண்ணியிருப்பாங்க. இதை பேக்ஸில் ஃபஸ்ட்டு செய்வாங்க. செஞ்சு முடிச்சுட்டு இதை உள்ள ப்ளேஸ் பண்ணிவிட்டு மண்ணை ஃபில் பண்ணிவிடுவாங்க. மேலே ஒரு சின்ன ஹோல் மட்டும் போட்டுட்டு அடுத்து இந்த லிக்விட் ப்ராஸை உள்ளே ஊற்றுனாங்கன்னா வேக்ஸ் கீழே இறங்கிடும். இந்த மோல்டு வந்துடும். இதில் என்னன்னா ஈஸியாக அதில் இருக்கிற ஸ்ட்ரக்சர்ஸ் எல்லாம் நல்லா ஃபில்டாக இருக்கும். நிறைய டீட்டெயில் தெரியும். டீட்டெயிலிங் நல்லா தெரியும். அந்த கலர் இந்த மாதிரி ஒரு கோൾഡൻ സിൽവർ കളറിൽ കിട്ടും അല്ലേ. ഇത് ബ്രാസ് ആണെങ്കിൽ ഡിഫറെൻ്റ് ആണ്. നൈസ്. ഒരുപാട് പീസസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ സ്മോൾ. ഇതെല്ലാം പൂജാമുറിയിലൊക്കെ വിൽക്കാം അല്ലേ, നമുക്ക് വാങ്ങിയിട്ട് പൂജ ചെയ്യാൻ. നൈസ്. താങ്ക് യു. ഇപ്പോൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് ഷോപ്പിൻ്റെ ഓണറാണ്. അതായത് 3rd ജനറേഷൻ. AVK ഷോപ്പാണ് ഈ ഷോപ്പിൻ്റെ പേര്. അവർക്കൊരു വെബ്സൈറ്റ് അവരുടെ ഈ കവറിൽ തന്നെ ഉണ്ട്. ഇതിൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫുൾ സ്റ്റോറിൽ എന്തൊക്കെ ഉണ്ടെന്നെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പഴയ കടയാണ്, പാത്രക്കട. ഇത് ബ്രാസ്, സ്റ്റീല് എല്ലാം കൂടിയാണ്. പക്ഷേ എനിക്കങ്ങനെ ഭയങ്കര ലാഭമായിട്ടും തോന്നുന്നില്ല. നമുക്ക് പല സ്ഥലത്തും കിട്ടും. ചില സ്ഥലത്ത് നാഗർകോവിലിൽ ചില ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ലാഭത്തിന് നമുക്ക് വാങ്ങാം. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. ബട്ട് നമുക്ക് ഈ എന്താ പറയുക, കുംഭകോണം ഡിഗ്രി കോഫിയൊക്കെ കുടിക്കുന്ന ആ ഒരു ഗോൾഡൻ ഡബറ വിത്ത് കപ്പ് അതൊക്കെ കിട്ടും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കിട്ടും ഒത്തൻറ്റിക്കായിട്ട്. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ആ വില വ്യത്യാസമൊന്നും തോന്നുന്നില്ല കാര്യമായിട്ട്. ഓക്കെ, അപ്പോൾ ചെറിയൊരു വിശേഷം പോലെയാണ് ഞാനിത് കാണാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇന്നലത്തെ കാര്യങ്ങളും ഇന്നത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ വിശേഷങ്ങളായി. അപ്പോൾ ഇനി തിരിച്ചു പോകുന്നു. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ